പോലീസ് ഉദ്യോഗസ്ഥരുടെ, അതായത് CPM മുതൽ പോലീസ് കോൺസ്റ്റബിൾ മുതൽ DGP വരെയുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ വിരമിച്ച ഉദ്യോഗസ്ഥരുടെ ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. അതായത് ആ സംഘടനയ്ക്ക് രാഷ്ട്രീയമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചേരിതിരിവുമില്ല. നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന, നിഷ്പക്ഷമായ നിലപാടുകളുള്ള വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി, അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. അതിന് സംസ്ഥാന തലത്തില് 30,000-ഓളം മെമ്പേഴ്സ് ഉള്ളതാണ്. അപ്പൊ അതിന് സംസ്ഥാന സമിതിയുണ്ട്, അതുപോലെ തന്നെ ജില്ലാ തലങ്ങളിലും അതിന് ഓരോ കമ്മിറ്റികളുണ്ട്. അതിന്റെ പ്രവർത്തനം ആ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ സർക്കിൾ ലെവലിൽ, അതായത് യൂണിറ്റ് ലെവലിലും അതിന് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മുടെ ജില്ലയിലെ, തൃശ്ശൂർ ജില്ലയിലെ അതിന്റെ ജില്ലാ സമ്മേളനമാണ്. 2 വർഷത്തിൽ ഒരിക്കലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. അത് ജില്ലാ സമ്മേളനവും അതുപോലെ തന്നെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ്. അത് റീജിയണൽ തിയേറ്ററിലാണ് 14-ാം തീയതി, അതായത് മറ്റന്നാൾ വ്യാഴാഴ്ച കാലത്തെ 10 മണിക്ക്. അപ്പൊ അതിലൊരു 1000-ഓളം അംഗങ്ങൾ പങ്കെടുക്കും. അത് നമ്മുടെ ബഹുമാനിയായ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനാണ് അതില് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ വിരമിച്ച DGP ശ്രീ MG രാമൻ IPS അവരുകളാണ് അതിലെ മുഖ്യ അതിഥിയായിട്ട് വരുന്നത്. പിന്നെ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ, പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ സംസ്ഥാന ഭാരവാഹികളും മറ്റ് ഈ സംഘടനയുടെ നേതാക്കളും എല്ലാം പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണത്. നിലവിൽ നമുക്കിപ്പോ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, മാറ്റിവെച്ചിരിക്കുന്ന ക്ഷേമാശ്വാസം, അതുപോലെ തന്നെ പെൻഷൻ റിവൈസ് ചെയ്ത് വന്നിരിക്കുന്നതിന്റെ കുടിശ്ശിക, അതുപോലെ തന്നെ മെഡിസിപ്പിലുള്ള അപാകതകൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ സർവീസ് പരിശീലന കാലഘട്ടം സർവീസായിട്ട് പരിഗണിക്കണമെന്നുള്ള ഒരു ഭാഗത്തിന്റെ ആവശ്യം, അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു നല്ല കാലം മുഴുവൻ പോലീസിൽ, അതിന്റെ അച്ചടക്കത്തിലും പോലീസിന്റെ സാമൂഹ്യ സേവനം അല്ലെങ്കിൽ പോലീസ് ക്രമസമാധാന പാലനം, ഇങ്ങനെയുള്ള വിവിധങ്ങളായ വിഷയങ്ങളിൽ ജോലി ചെയ്തതിനു ശേഷം അവര് പ്രായാധിക്യമായി കഴിയുമ്പോൾ അവർക്ക് ബഹുവിധങ്ങളായ വിഷയങ്ങളുണ്ട്. അതായത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പിന്നെ സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങളുണ്ട്, അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. അപ്പം അതിനെയൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഘടന നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇത് മറ്റന്നാൾ 14-ാം തീയതി ആണ് ഞങ്ങളുടെ ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നത്. റിട്ടയർ ചെയ്തവർക്ക് മാത്രമുള്ളതാണ് ഈ സംഘടന. അല്ല, അതിനെ മറ്റൊരു രാഷ്ട്രീയ ഇതുള്ള ഒരു സംഘടന, ഇടതുപക്ഷത്തിന്റെ അല്ല, CPM പാർട്ടിയുടേതായിട്ട് തന്നെ ഒരു സംഘടനയുണ്ട്. കോൺസ്റ്റബിൾ ടു DGP എന്നാണ് ഉള്ളത്. അതെ, അത് തന്നെയാണ് അത്. പക്ഷെ ഈ സംഘടനയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഇതിൽ CPM-കാരുണ്ട്. അതായത് CPM ഉണ്ട്, CPI ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, ലീഗ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് അനുഭാവമുള്ള എല്ലാവരും ഉണ്ടെങ്കിലും ഞങ്ങളുടെ നിറവെന്ന് പറയുന്നത്, ഞങ്ങൾ ഒരിക്കൽ കാക്കി അണിഞ്ഞ ആളുകളാണ്. ഞങ്ങൾ അതിനകത്ത് ജാതി, വർഗ, വർണ്ണ, രാഷ്ട്രീയം ഒന്നും ആ ഒരു കാഴ്ചപ്പാടിലുള്ളതല്ല. അപ്പൊ പോലീസിന്റെ വിഷയങ്ങൾ, അതായത് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെയും സർവീസിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ ആ രീതിയിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. ഇല്ല, അവിടെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ മെമ്പർഷിപ്പ് അനുവദിക്കത്തില്ല. ഞങ്ങളാണ് കൂടുതലുള്ളത്. കൂടുതലെന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷവും ഞങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഈ ജില്ലയിൽ പോലും അങ്ങനെയാണ്. ഞങ്ങളിപ്പോ ഒരു 1500-ലധികം മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. അത് വ്യത്യസ്തം. ഞാനതിനെ ചെറുതായി കാണുന്നില്ല. എന്നിരുന്നാലും ഞങ്ങൾ തന്നെയാണ് ഇത് ശക്തമായ ഒരു സംഘടന. ഒരു വിഷയം അതെല്ലാം ഞങ്ങളുടെ മാത്രമല്ല, സർവീസിലുള്ളവരുടെയും എല്ലാം. അത് 2ാം ഘട്ടം വരുമ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിനേക്കാൾ വഷളായ നിലയിലാണ് 2ാം ഘട്ടത്തിൽ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു ഇൻഷുറൻസ് എടുക്കാനും പറ്റില്ല, എന്നാൽ ഇതിന് വിട്ടുപോകാനും പറ്റില്ല. കമ്പൽസറി ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദുരിതമുണ്ട് അതിൽ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ഞങ്ങളുടെ അനുവാദമില്ലാതെയാണ് ഈ പൈസ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വിഷയം അതിലുണ്ട്. ശരി, എന്നാൽ നിങ്ങൾ എല്ലാവരും 14-ാം തീയതി എത്തിച്ചേരണം. അത് നല്ല രീതിയിലൊന്നും ഞങ്ങളോട് സഹകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. ഞാൻ KM ആന്റണി, ജില്ലാ പ്രസിഡന്റാണ്. പിന്നെ ഇത് BV ശശികുമാർ, പ്രോഗ്രാമിന്റെ കൺവീനറാണ്. ഇത് ജില്ലാ ട്രഷറർ BV ശശികുമാർ.
ജില്ലാ ട്രഷറർ ഉണ്ട് CS ഗോപാലകൃഷ്ണൻ. അതുപോലെ തന്നെ ഇതിന്റെ ജനറൽ കൺവീനറാണ്, ഈ പ്രോഗ്രാമിന്റെ സമ്മേളനത്തിന്റെ ജനറൽ കൺവീനർ ഗിരിജ വല്ലഭൻ. CN ഗിരിജ വല്ലഭൻ. ജോസ് പീറ്റർ എത്തിയിട്ടില്ല, അത് സെക്രട്ടറിയാണ്, ജില്ലാ സെക്രട്ടറി ജോസ് പീറ്റർ. അപ്പൊ എല്ലാവരും ഞങ്ങളോട് പൂർണ്ണമായിട്ട് സഹകരിക്കണം. അതിൻ്റെതായ ഒരു കാര്യമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്.